കോൺഗ്രസുകാർക്ക് ശശി തരൂരിനെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ഒരുവിധം അടവുകളൊന്നും പുള്ളിയുടെ നേരെ വിലപ്പോവില്ല എന്നവർക്ക് നന്നായി തന്നെ അറിയാം. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുത്തനും തങ്ങളുടെ പാർട്ടിയിൽ വേറെ ഇല്ല എന്നുള്ളതിന്റെ കുശുമ്പാണോ, അതോ ഇത്രയും വിവരമുള്ള ആളിനൊപ്പം പറഞ്ഞു ജയിക്കാനുള്ള കഴിവില്ലായ്മയാണോ എന്നറിയില്ല. തരൂർ എന്ത് പറഞ്ഞാലും ഉള്ളിലെ അമർഷം അവരാരും പുറത്ത് കാണിക്കാറില്ല എന്ന് പറയുമ്പോഴും ഒരവസരം കിട്ടുമ്പോൾ തരൂരിനിട്ട് പണി കൊടുക്കാനും ഇവരാരും മറക്കാറില്ല എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. തരൂരിനോടുള്ള ഈ ചൊരുക്ക് ഇത്തവണ കോൺഗ്രസ് കാണിച്ചത് ഭീകര പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എംപിമാരുടെ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിന്റെ പേര് നിർദ്ദേശിക്കാതെയാണ്. കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് നിർദ്ദേശ പേരുകൾ ജയറാം രമേശ് പുറത്തുവിടുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, ഗൗരവ് ഗഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജാ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ കേന്ദ്രം പുറത്തുവിട്ട പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നു താനും. വിദേശത്തേക്ക് സംഘത്തെ അയക്കാനുള്ള സർക്കാർ തീരുമാനത്തോടൊപ്പം നിന്നെങ്കിലും പാർട്ടിയോട് ആലോചിക്കാതെ തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചതായാണ് സൂചന. വിദേശത്തേക്ക് അയക്കേണ്ട സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെ കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി ജയറാം രമേശ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. പട്ടിക നൽകാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഈ 4 പേരുകൾ കൈമാറിയതായി ജയറാം രമേശ് പറയുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടവും വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് 7 പ്രതിനിധി സംഘങ്ങളെയാണ് രൂപീകരിച്ചത്. UN രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളി രാജ്യങ്ങൾ ഈ സർവകക്ഷി സംഘങ്ങൾ സന്ദർശിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയുണ്ടായി. ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും സന്ദർശനം നടക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള സമീപനം സർവകക്ഷി സംഘങ്ങൾ ഉയർത്തിക്കാട്ടും. ഭീകരവാദത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത രാജ്യത്തിന്റെ ശക്തമായ സന്ദേശം അവർ ലോകത്തിന് മുൻപിൽ എത്തിക്കുമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നിനെ നയിക്കാനാണ് ശശി തരൂരിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. UK US ദൗത്യ സംഘത്തെ നയിക്കാനാണ് നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ശശി തരൂർ, ET മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസ് എന്നീ എംപിമാരും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും വിവിധ സംഘങ്ങളിലായി ഉണ്ട്. ഗൾഫിലേക്കും 3 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള സംഘത്തിലാണ് ET ഉള്ളത്. 10 ദിവസത്തെ ദൗത്യത്തിന് മുൻപ് എംപിമാർക്ക് വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശം നൽകും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിന് BJP MP രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകും. മുൻ മന്ത്രി സൽമാൻ ഖുറേഷി ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കും. പാകിസ്ഥാനും വിവിധ ഭീകര സംഘടനകൾക്കുമെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ UN ഉൾപ്പെടെ കേന്ദ്രം ആരംഭിച്ചിട്ടുമുണ്ട്. കാര്യം സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യമുള്ള ആളാണെങ്കിലും ഇക്കൂട്ടത്തിൽ അയക്കാനും ടീമിനെ നയിക്കാനും ഏറ്റവും യോഗ്യനായ ആൾ തന്നെയാണ് ശശി തരൂർ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ വ്യക്തിയെ നോക്കാതെ രാജ്യത്തിനെ മാത്രം പരിഗണിച്ച് പിടിവാശി കുറച്ചൊന്ന് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്.